ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഓഫീസ് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങളുടെ പൂന്നത്തുള്ള ചായ കമ്പനിയിലേക്ക് പോയി. ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ് കേട്ടോ. നല്ലൊരു വൈബാണ് അവിടെ ഉള്ളത്. നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സച്ചു ആദ്യം തന്നെ ഒരു ഉഴുന്നുവടയും പഴംപൊരിയും ചായയും ഓർഡർ ചെയ്തു. ആൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആളതൊക്കെ കഴിച്ച് വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴിച്ച് നോക്കി. അപ്പോൾ എനിക്ക് ചമ്മന്തി എന്താ ഇഷ്ടമായില്ല, പക്ഷേ വട നല്ലതായിരുന്നു. ഞാൻ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള പാനിപ്പൂരി, ഞാൻ എപ്പോൾ അവിടെ പോയാലും പാനിപ്പൂരിയാണ് ഓർഡർ ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാനിപ്പൂരി. അപ്പോൾ ഞാൻ പാനിപ്പൂരി ഫോൺ നോക്കിയിട്ട് വെള്ളം വെച്ചത്, ആ വെള്ളം മുഴുവൻ പുറത്തേക്ക് പോയി. എന്നിട്ട് ആക്രാന്തം പിടിച്ചിട്ട് വായിലിട്ടു. ഒറ്റയടിക്ക് അടിച്ച് കയറി, കാരണം ഫുള്ള് വെള്ളം കൂട്ടിയിട്ടാണ് ഇട്ടത്. ഭാഗ്യത്തിന് ഞാനത് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ തിരുപ്പി കയറിയാന്. ഒന്നും അറിയാത്ത പോലെ സച്ചിൻ്റെ അടുത്തേക്ക് നോക്കി, എന്താ വേണമെങ്കിൽ കഴിച്ചോട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. പാനിപ്പൂരി കിട്ടിയപ്പോൾ എനിക്ക് വേറെ ഒന്നും നോക്കണ്ട, ഞാൻ ഹാപ്പിയാണ്. ഞാനൊരു പാനിപ്പൂരി പ്രാന്തിയാണ്. അച്ഛനോട് ചോദിച്ചു ഇനി എന്താ പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആൾക്ക് ഇനിയും വിശക്കുന്നതാണ്. ഇപ്പോൾ ദോശ ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ ഈ പിരമിഡ് പോലിക്കുന്ന സാധനം വീടെടുക്കാമെന്ന് വെച്ചപ്പോഴേക്കും അതൊക്കെ തല്ലിപ്പൊളിച്ച് കഴിക്കാൻ തുടങ്ങി. ഞാൻ പതുക്കെ പൊളിക്കാനുള്ള സെറ്റപ്പിലായിരുന്നു പിരമിഡ്. അങ്ങനെ ഞാനും കഷ്ടപ്പെട്ട് പൊളിച്ച് അടുക്കി വെച്ചു. എന്നിട്ട് കഴിക്കാം എന്നുള്ളൊരിതിലായി. എന്നിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നല്ലൊരു പ്ലേറ്റ് ആയിരുന്നു. എനിക്ക് പ്ലേറ്റ് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അവിടുത്തെ ചേട്ടനോട് ചോദിക്കുകയും ചെയ്തു ഈ പ്ലേറ്റ് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. എന്നിട്ട് ഞാൻ കഴിച്ചു. അതെ, നല്ല ദോശയായിരുന്നു, എനിക്കിഷ്ടമായി. ഞാൻ ആദ്യമായിട്ട് അവിടെ നിന്ന് ദോശ കഴിക്കണേ, കാരണം ഞാൻ എന്ന് പോയാലും പാനിപ്പൂരിയോ ബേൽപൂരിയാണ് കഴിക്കാറ്. അപ്പോൾ ദോശ ഞാൻ സാമ്പാറിലും ചട്നിയിലും മാറി മാറി കഴിച്ചിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ അവിടുത്തെ വീഡിയോ. അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആക്ട്രസ്സായ രചന നാരായണൻകുട്ടി മാമിനെയും കൂടി കണ്ടു. ആളുടെ കൂടെ ഒരു സെൽഫി എടുത്തു പോയി. ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ. ബൈ.